വാർത്തയിലേക്ക് വിശദമായി ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം മുന്നണിക്കുള്ളിൽ ശക്തമായിരിക്കെ ഇടതുമുന്നണിയുടെ നിർണായക യോഗം ചേരുകയാണ്. വിവരങ്ങളുമായി BV അരുൺ ചേരുന്നു. അരുൺ, നിർണായകമായ യോഗമാണ്. കടുത്ത എതിർപ്പ് CPIക്ക് ഈ വിഷയത്തിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയൊക്കെയായിരിക്കും ഈ വിഷയം യോഗത്തിൽ ഉയർന്നു വരിക? നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, CPIക്ക് മാത്രമല്ല RJDക്ക് കടുത്ത എതിർപ്പുണ്ട്. യോഗത്തിൽ കയറുന്നതിന് മുമ്പ് RJDയുടെ നേതാവ് വർഗീസ് ജോർജ് അക്കാര്യം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു, വ്യക്തമാക്കുകയും ചെയ്തു. അതായത് അജിത് കുമാറിനെ മാറ്റണം, ഇക്കാര്യം മുന്നണി യോഗത്തിൽ ആവശ്യപ്പെടും. അതായത് MR അജിത് കുമാറിനെ മാറ്റാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന കടുത്ത നിലപാട് ഇടതുമുന്നണി രണ്ട് ഘടകകക്ഷികൾ പരസ്യമായി സ്വീകരിക്കുകയാണ്. അതൊന്ന് CPI ആണ്. CPI നേരത്തെ CPI നേതൃത്വത്തെ ബിനോയ് വിശ്വം ഇക്കാര്യം അറിയിച്ചിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോടും അദ്ദേഹം ആ കാര്യം പറഞ്ഞു. എന്തിനാണ് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP നിരന്തരം ഇങ്ങനെ RS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതറിയാൻ തങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതാണ് CPIയുടെ നിലപാട്. RJDയുടെ വർഗീസ് ജോർജും സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. അവർ വാർത്താക്കുറിപ്പിലൂടെ നേരത്തെ അജിത് കുമാറിനെ മാറ്റണം, വലിയ സംശയം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഇന്ന് അല്പസമയം മുമ്പ് AK സെന്ററിൽ വെച്ച് കാണുമ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച അതേ കാര്യമാണ്. ഇക്കാര്യം മുന്നണി യോഗത്തിന് ആവശ്യപ്പെടും. CPMനും സമാനമായ നിലപാടാണ്. അതായത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരത്തെ വളരെ വ്യക്തമായി തന്നെ തനിക്ക് അക്കാര്യത്തിൽ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. CPMന്റെ മറ്റ് നേതാക്കൾക്കും ആ വിഷയത്തിൽ കടുത്ത നിലപാടാണ്. MR അജിത് കുമാറിനെ സംരക്ഷിച്ച് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന മുഖ്യമന്ത്രിയെ ഇടതുമുന്നണി യോഗം അറിയിക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രി എങ്ങനെ അദ്ദേഹത്തെ നിലപാട് വിശദീകരിക്കും? എന്തുകൊണ്ട് അജിത് കുമാറിനെ മാറ്റുന്നില്ല എന്ന കാര്യം എങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ ന്യായീകരിക്കും? അത് മുന്നണി ഘടകകക്ഷികളെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികളെ അക്കാര്യം ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി കഴിയുമോ എന്നാണ് അറിയേണ്ടത്. നിർണായകമായ യോഗമാണ് തിരുവനന്തപുരത്ത് AKG സെന്ററിൽ പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രി നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അരുൺ, ഇവിടെ അജിത് കുമാർ അവധിയിലേക്ക് പോയി, അത് പിന്നീട് ഒരു നടപടിയിൽ കലാശിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിൽ ആ അവധി അപേക്ഷ പിൻവലിച്ചിരിക്കുകയാണ്. നടപടികളൊന്നുമില്ല എന്ന തോന്നലാണ് ആ അവധി പിൻവലിച്ചതിലൂടെ വ്യക്തമാകുന്നത്. മാത്രവുമല്ല, ഈ മുന്നണിക്കുള്ളിലൊക്കെ ഉയരുന്ന എതിർ സ്വരങ്ങളൊന്നും തന്നെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല. തന്നെ തൊടാൻ ആർക്കും കഴിയില്ല എന്നൊരു തോന്നൽ പൊതുവെ അത് ജനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായി തന്നെ മുന്നണിക്കുള്ളിൽ ഘടകകക്ഷികൾ ഈ വിഷയം കൊണ്ടുവരുമോ? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. ഘടകകക്ഷി ശക്തമായി തന്നെ വിഷയം മുന്നണി യോഗത്തിൽ ഉന്നയിച്ചേക്കും. അത് ആ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. CPIയും RJD ഉറപ്പായും വിഷയം ഉന്നയിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി മറ്റു പാർട്ടികളും ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. അജിത് കുമാർ സംസ്ഥാന സർക്കാരിനെ ഭരണമുന്നണിക്ക് നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു, അവരെ വലിയ പ്രതിരോധത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. RS നേതാക്കളുമായി നിരന്തര കൂടിക്കാഴ്ച 3 തവണയാണ് അദ്ദേഹം കണ്ടുവെന്ന് പറയുന്നത്. അതെന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് പ്രതിപക്ഷം അത് മുഖ്യമന്ത്രിയുടെ ദൂതുമായി അജിത് കുമാർ RS നേതാക്കളെ കണ്ടു എന്ന തരത്തിലാണ് വിമർശിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി ഈ RSS ബന്ധത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രതിപക്ഷത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഒരിക്കലും RSനെ പ്രീണിപ്പിക്കാൻ തങ്ങൾ തയ്യാറായിട്ടില്ല, അതിൻ്റെ ആവശ്യവുമില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഇന്നലെ അദ്ദേഹം ഈ അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ചയെക്കുറിച്ച് നിശബ്ദനാവുകയായിരുന്നു. അജിത് കുമാർ നടപടിയാവേണമെന്ന ആവശ്യത്തെ അദ്ദേഹം കാര്യമായി പ്രതിപാദിക്കാതെ പോവുകയായിരുന്നു. അതാണ് ഇനി അറിയേണ്ടത്. അത് അദ്ദേഹം അതേ നിലപാട് മുന്നണി യോഗത്തിലും തുടരുമോ? മുഖ്യമന്ത്രി സ്വാഭാവികമായും പറയാൻ പോകുന്ന ഒരു ന്യായം അദ്ദേഹത്തിനെതിരെ അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം, സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ആ രീതിയിൽ മുന്നണി യോഗം സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട യോഗമാണ് പുരോഗമിക്കുന്നത്. ഇതിനിടെ ഗവർണറുടെ ഇടപെടൽ കൂടി വിഷയത്തിൽ വന്നിരിക്കുന്നത് സർക്കാരിന് ഇതിനെ കൂടുതൽ പരിഗണനയിലാക്കുകയാണ്. മുഖ്യമന്ത്രിയോടാണ് ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിലനിൽക്കുന്നു. PV അൻവറിന്റെ ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ അടക്കം ഫോൺ ചോർത്തുന്ന ആരോപണങ്ങൾ, അത് സുപ്രീം കോടതി ഇതിലടക്കം ലംഘനമാണ്. ഗുരുതരമായ ആരോപണങ്ങൾ ഭരണകക്ഷി MLA തന്നെ ഉന്നയിച്ചിരിക്കുന്നു. അതിൽ സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്താണ് അതിന് വസ്തുത എന്ന കാര്യമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ടായി ചോദിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും ഈ